നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. എന്തായിരിക്കും നിലമ്പൂരിൽ വെൽഫെയർ പാർട്ടിയുടെ നിലപാട്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ വെൽഫെയർ പാർട്ടി സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒറ്റക്ക് മത്സരിക്കാൻ കഴിയും, അതേപോലെ തന്നെ മുന്നണികളുമായി സഖ്യത്തിൽ മത്സരിക്കാനും കഴിയും. രണ്ട് നിലപാട് എടുക്കാനും കഴിയും വിധം പാർട്ടിയെ സജ്ജമാക്കുക എന്ന ഒരു പദ്ധതിയുമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ, അതോ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തന്നെയാണോ തീരുമാനം? അത്തരം ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള ചിലർ ഞങ്ങളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അവിടെ MLA ആയിരുന്ന PV അൻവർ ഞങ്ങളുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല ചർച്ചകളും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്തിമമായ തീരുമാനത്തിലേക്ക് കൃത്യമായി പാർട്ടി എത്തിയിട്ടില്ല. കുറേക്കൂടി ചർച്ചകൾ പുരോഗമിക്കുകയും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായ തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തും. UDF സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അൻവർ ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയും ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ UDF ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാട് എടുത്തിട്ടില്ല. കോൺഗ്രസ് അരാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് വെൽഫെയർ പാർട്ടിയുടെ ഒരു അഭിപ്രായം? ഞങ്ങൾ പല മുന്നണികളെയും പിന്തുണച്ചിട്ടുണ്ട്. LDF പിന്തുണച്ചിട്ടുണ്ട്, UDF പിന്തുണച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലൊന്നും അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞങ്ങൾ ഇടപെട്ടിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ആരാകണം എന്നേ തീരുമാനിക്കാറുള്ളൂ. UDFുമായി ഞങ്ങൾ സഖ്യം ചേർന്ന് മത്സരിച്ച പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും LDFുമായി സഖ്യം ചേർന്ന് മത്സരിച്ച പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരിക്കലും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല. നിലമ്പൂരിലും ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടുന്നില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, ഒരു വർഷത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. വെൽഫെയർ പാർട്ടി ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുമോ അതോ ഒറ്റയ്ക്ക് നിൽക്കുമോ? മുന്നണിയുടെ ഭാഗമാകുന്നത് വേണ്ട എന്ന് തീരുമാനിച്ച പാർട്ടിയല്ല വെൽഫെയർ പാർട്ടി. ഇരു മുന്നണികളോടും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇനിയും അത്തരം ചർച്ചകൾ തുടരും. ജനാധിപത്യ സ്വഭാവത്തിലുള്ള നീക്കങ്ങൾക്ക് തന്നെയാണ് നേതൃത്വം കൊടുക്കുക. അതേസമയം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണവിരുദ്ധ വികാരമാണ് ഞങ്ങളുടെ ഈ ജാഥയിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ CPM ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധതയും ഇസ്ലാമോഫോബിയയും പലയിടങ്ങളിലും ചർച്ചയായിട്ടുണ്ട്. തീർച്ചയായും ഒരു വലിയ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ പദയാത്രയിലൂടെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ പറഞ്ഞു വരുന്നതനുസരിച്ചാണെങ്കിൽ UDFനൊപ്പമായിരിക്കും വെൽഫെയർ പാർട്ടി ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എന്നാണോ? അങ്ങനെയൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. വെൽഫെയർ പാർട്ടി ഇരു മുന്നണികളുമായും സഹകരിച്ച അനുഭവങ്ങളുണ്ട്. ആ ഒരു അനുഭവം മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകുക. ക്യാമറ പേഴ്സൺ അദീഷിനൊപ്പം റാഫി കരീം, 24 കൊച്ചി.